മണ്ണകം നരജന്മം പാകിയ മണ്ണകം മണ്ണകം വിത്തുമുളച്ച മണ്ണകം മണ്ണകം. നമസ്കാരം, മണ്ണകം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബൈജു സദാനന്ദൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി പോണേക്കരയിലുള്ള ഇടപ്പള്ളി രാഘവൻപിള്ള പാർക്കിലാണ്. 2018 ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ഈ പാർക്കിൽ വന്നേക്കുന്നത് നമ്മുടെ പ്രശസ്ത നാടക സംവിധായക ആയിട്ടുള്ള ഷാജി മനയത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അദ്ദേഹത്തെ ഈ മണ്ണകം ചാനലിലൂടെ അദ്ദേഹത്തിന്റെ നാടക വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തെ മണ്ണകം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് 2018 ഇതിൽ ഉദ്ഘാടനം ചെയ്തത്. ചങ്ങമ്പുഴ കൂട്ടുകാര് രാഘവൻപിള്ള. അപ്പൊ നമുക്ക് നാടക വിശേഷങ്ങളിലേക്ക് പോവാം. തീർച്ചയായും അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ചേട്ടൻ നാടകത്തിലേക്ക് വരുന്ന അനുഭവങ്ങളും പറയാമോ? ആ ചെറുപ്പകാലത്തെ അനുഭവങ്ങളും നാടകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുഭവങ്ങളും. ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാല് നാടകങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പോണേക്കര പള്ളിയിലും പിന്നെ അതുപോലെ യൂണിവേഴ്സിറ്റി ക്ലബിലൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞങ്ങള് മുറ്റത്ത് തന്നെ സ്റ്റേജ് കെട്ടി നാടകം കളിച്ചിട്ടുണ്ട് കൂട്ടുകാരൊക്കെ തമ്മിൽ. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ ജോർജ് കോലാത്തറയുടെ ശാപം എന്ന് പറഞ്ഞൊരു നാടകം. അതിന് ഞാൻ മെയിൻ റോള് കളിച്ചത്. അത് നമ്മുടെ ഇവിടെ എടപ്പള്ളിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടെ സ്കൂളിൽ ഞങ്ങൾ കളിച്ചപ്പോൾ അത് ഫസ്റ്റ് കിട്ടി. അത് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് അവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അത് അന്ന് ഉപജില്ലാ മത്സരമുണ്ട്. അത് കഴിഞ്ഞിട്ട് ജില്ലാ മത്സരത്തിന് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഫസ്റ്റും കിട്ടി, നല്ല നടനം കിട്ടി എനിക്ക് തന്നെ. പിന്നീട് ആ നാടകം കണ്ടിട്ട് ഇന്ദുകുമാർ എന്നെ വിളിക്കുകയും ചെയ്തു. കൂട്ടിലെ കിളിപ്പാട്ട് എന്ന നാടകത്തിലേക്ക് ആളെ വേണമെന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാൻ വിളിച്ചു. അത് ഞങ്ങള് 52 സ്റ്റേജോളം കളിച്ചിട്ട് ഒരു 50 സ്റ്റേജോളം ഫസ്റ്റ് തന്നെ കിട്ടിയായിരുന്നു. അത് നല്ല നാടകമായിരുന്നു. കുറെ പേര്, രവിചേട്ടൻ, ഷാനവാസിക്ക, യൂസഫിക്ക, പിന്നെ ഇന്ദുകുമാർ, ശശിചേട്ടൻ, പിന്നെ ഞങ്ങൾ കുറെ കോറസ് ആയിട്ട് കുറച്ച് പിള്ളേര്. അങ്ങനെ ആ നാടകം കളിച്ച് കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഈ സ്കൂളില് ഏൻഗണ്ണകിനാവ് എന്ന് പറഞ്ഞ നാടകം ഞങ്ങൾ കളിച്ചു. അതിനാണ് നേരത്തെ പറഞ്ഞ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞത്. അതും തുച്ചേട്ടൻ നാടകം. അത് ഇന്ദുകുമാർ തന്നെ രചന സംവിധാനം. പിന്നെ ആ ഇടയ്ക്ക് തന്നെ ചങ്ങമ്പുഴ പാർക്കിൽ അവിടെ എന്തോ ചങ്ങമ്പുഴയുടെ 50ാം വാർഷികമായിരുന്നു, ജന്മദിന വാർഷികം. അതില് ഞങ്ങള് വാഴക്കുല എന്ന നാടകം കളിച്ചിരുന്നു. ഇന്ദുകുമാർ തന്നെ രചന ഇതാണ്. വാഴക്കുല കവിതയാണെങ്കിലും പുള്ളി നാടകാവിഷ്കാരം നടത്തിയിട്ട് ഞങ്ങൾ കളിച്ചു. അത് നമ്മൾ ഇവിടെ ലോകത്തെ പിള്ളേരൊക്കെ തന്നെയായിരുന്നു, കൂട്ടുകാർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് അനിൽകുമാറിന്റെ നാടകങ്ങൾ, കുറെ തെരുവ് നാടകങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. CS അനിൽകുമാറിന്റെ ഞങ്ങള് കളമശ്ശേരിയിലെ പദവി കൊതിയന്മാർ എന്ന് പറഞ്ഞൊരു നാടകം കളിച്ചു. അത് ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. അത് ഒരു സ്റ്റേജേ കളിച്ചോളൂ. പിന്നെ അനിലിന്റെ തന്നെ 2-3 തെരുവ് നാടകങ്ങൾ അവിടെ കളിച്ച്. പിന്നെ തെരുവ് നാടകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ AR ജയച്ചന്റെ ഒരു നാടകം കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോയി വർഗീസിന്റെ ഒരു നാടകം കളിച്ചിട്ടുണ്ട്, മത്തങ്ങ. പിന്നെ അതുകൂടെ വേറൊരു ഭരതൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, അത് AR ജയച്ചന്റെ നാടക ജീവിതം. ഈ നാടക അനുഭവത്തിൽ നാടകത്തിൽ മറക്കാനാവാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ രസകരമായ ഏതെങ്കിലും സംഭവങ്ങൾ നോക്കാമോ?
മറക്കാനാവാത്ത സംഭവം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ 10ാം ക്ലാസ്സിൽ SSLCക്ക് പഠിക്കുമ്പോഴാണ് ഈ കൂട്ടിലിപ്പാട്ട് എന്ന നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വൈപ്പിനിൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം അവിടെ പാലമൊന്നും ഇല്ലായിരുന്നു. പിറ്റേ ദിവസം തിരിച്ചു വരാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം മലയാള പരീക്ഷയുണ്ട്, SSLC ആനുവൽ എക്സാമാണ്. ആ കൊല്ലം ഞാൻ പൊട്ടി എടുക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പൊ ഈ സ്കൂൾ അപ്പൊ പിന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടി. കോളേജിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഈ അവിടെ നാടകം സീനിയേഴ്സ് നാടകം തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊന്നും മൈൻഡ് ചെയ്യണില്ല. എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് ഭയങ്കര തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ വെറുതെ ചീട് കേസായിട്ട് നമ്മൾ എടുത്തത്. പിന്നെ ഞങ്ങള് ക്ലാസ്സിൽ കയറാണ്ട് സിനിമക്ക് പോക്കാണ്. സിനിമ തന്നെ സിനിമ. അന്ന് ആ കാലത്ത് ഇറങ്ങിയ മമ്മൂട്ടിയും മോഹൻലാലിന്റെയും പടങ്ങള് ഇങ്ങനെ മാറി മാറി എല്ലാം കണ്ടുകൊണ്ടിരിക്കും. അത് ഞങ്ങൾ 5 പേര് ഗ്യാങ് ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമയിൽ പെട്ടുപോയി. അങ്ങനെ സിനിമ ഭ്രാന്ത് പിടിച്ച് കുറെ നാളൊക്കെ ഇങ്ങനെ സിനിമയും കണ്ട് നടന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ചുഴലി കളിക്കാൻ വേണ്ടി ഇവിടെ മുളവാട് പോയി. മുളവാട് ചെന്ന് കഴിയുമ്പോ ഞങ്ങളുടെ പിള്ളേരെ എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പിള്ളേരെ, മധുണ്ട്, ജോസ, മനോജ്, ഷിബു, അനിൽകുമാർ, നമ്മുടെ അനിയമ്പുള്ള അനില്, അങ്ങനെ എല്ലാരും പോയേക്കാണ്. കയ്യിൽ കാശൊന്നുമില്ല. രാത്രിയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ അന്ന് പാലം വന്നിട്ടില്ല. അവിടെ തങ്ങി നാടകം കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവർക്കും വിശപ്പ്. ബോട്ടില്ല. തിരിച്ച് പിറ്റേ ദിവസം വരാൻ പറ്റും. വെളുപ്പിന് 6 മണിക്ക് അങ്ങോട്ടാണ് പിന്നെ ബോട്ട്. അന്ന് വിശന്ന് പറഞ്ഞാൽ വിശപ്പായിരുന്നു എല്ലാവർക്കും. അതാണ് പ്രധാനം. നാടകം കളിച്ചതിന് ശേഷം ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥ. ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അവിടെ അവര് കമ്മിറ്റി അങ്ങനെ അത്ര വലിയ ഇതായിരുന്നില്ല. പിന്നെ അങ്ങനെയാണ് ഒരു അനുഭവം. നാടകക്കാരനായി മാറി തൊഴിലും നാടകവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പൊ ഇതിനകത്ത് നാടകത്തിൽ അഭിനയിക്കുന്നു, അതുപോലെ നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നു, നാടക പ്രവർത്തകനാവുന്നു. പക്ഷെ ആ ഒരു നാടക പ്രവർത്തനം എന്ന നിലക്ക് നമ്മുടെ ഈ നാട്ടില് ഒരു നാടകക്കാരന് ലഭിക്കേണ്ട എന്താ പറയുക ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ? സ്വീകാര്യത എന്ന് പറഞ്ഞാൽ കുറച്ച് ആദരവൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ എനിക്ക് അതിനോട് വലിയ താല്പര്യം കുറവാണ്. എനിക്ക് ആദ്യം കലാമണ്ഡലം കേശവനാണ് പൊന്നാട അണിയിക്കാൻ ഒരു പുരസ്കാരം തരികയും ചെയ്തു. പിന്നെ ഇവിടെ കൗൺസിലറുടെ ആദരവ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംസ്കാര വായനശാലയുടെ ആദരവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ. പിന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ജോലിയുടെ പ്രശ്നമുണ്ട്. ജോലി കഴിഞ്ഞിട്ടുള്ള നാടക പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യില് ഒരുവിധം ഒക്കെ ക്യാഷ് ഉണ്ടായതുകൊണ്ട് നാടകവും ഇതൊക്കെ കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നല്ല പോസ്റ്റ് നാടക പ്രവർത്തനം നമ്മൾ ചെയ്തേക്കണം. ഇതേവരെ ഒരു ദാരിദ്ര്യം പിടിച്ച നാടകം ചെയ്തിട്ടില്ല. എല്ലാവർക്കും അജയന്റെ കൂടെ ആണെങ്കിലും എല്ലാ നാടകങ്ങളും നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകങ്ങളാണെങ്കിലും വലിയ തെറ്റില്ലാത്ത വിധത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ തൊഴില് കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ നാടകം എന്ന് പറഞ്ഞ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥ ഇല്ല. ഈ പണി കഴിഞ്ഞിട്ട് വൈകിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ആണ് നമ്മൾ ഷായിച്ചന്റെ സിനിമാ വിശേഷങ്ങളും ഷോർട്ട് ഫിലിമില് അഭിനയിച്ച കാര്യങ്ങളൊന്ന് പങ്കുവെക്കാം. ഷോർട്ട് ഫിലിം ആദ്യം ചെയ്തത് ഇവിടെ ഷിബു ഇടപ്പള്ളി നിർമ്മിച്ചിട്ട് ജി അജയൻ സംവിധാനം ചെയ്ത നേരെ എന്ന് പറഞ്ഞു അതിലൊരു വൃദ്ധനായ ഒരു കഥാപാത്രമായി ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മുടെ ആന്റണി ഫോർട്ട് വെച്ച് സംവിധാനം ചെയ്ത ക്രോസ് റോഡ്, അത് അജി സഹസംവിധാനമായിരുന്നു. പിന്നെ ചെയ്തത് പ്രക്ഷോഭ്, നമ്മുടെ തോളുള്ള പ്രക്ഷോഭ് സംവിധാനം ചെയ്ത എ മാൻ എന്ന് പറഞ്ഞ ഒരു ടെലിഫിലിം. പിന്നെ അവൻ്റെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ പറഞ്ഞ ചെയ്തത് ബൈജു ഉണ്ടായിരുന്നല്ലോ, അത് ചെയ്തത്
വാമനന്റെ വിരുദ്. ഇറങ്ങിയിട്ടില്ല. അത് ഇറങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു ക്ലാസ്മേറ്റ് സലിം എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ ചെയ്ത ചക്രം, അതിൽ നായകന്റെ വേഷം. അത് നായകന്റെ വേഷമാണ്. അത് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഗോപാൽജി, ഇപ്പൊ സിനിമയിലൊക്കെ ഉള്ള ഗോപാൽജി ഉണ്ടായിരുന്നു. ചെയ്തതിന്റെ പക്ഷെ ഒന്നും ഓർക്കണില്ല. സിനിമ ഓർക്കണല്ലേ? സിനിമ ആദ്യം ചെയ്യുന്നത് ജി അജയന്റെ ബോധി. അത് ഞങ്ങള് കൂട്ടായ്മയുടെ ഒരു നാടക കൂട്ടായ്മയുടെ ഒരു സിനിമയാണ്. അതിലിപ്പോ അത് മറ്റേ ബാബു അന്നൂർ എന്ന് പറഞ്ഞ പുള്ളിയാണ് മെയിൻ റോള് കളിച്ചത്. സംസ്ഥാന അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള നാടക പ്രവർത്തനമാണ്. പിന്നെ അതിന് ശേഷമാണ് ഈ സാഗർ റിയലിസ്റ്റ് ജാക്കി എന്ന് പറഞ്ഞ സിനിമ. അതൊരു 7 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. പക്ഷെ പടത്തില് അധികം ഇതൊന്നുമില്ല, സംഭവങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു ക്ലോസ് ഷോട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ലാലേട്ടനെ, മോഹൻലാലിനെ നേരിട്ട് കാണാൻ പറ്റിയ ആ 7 ദിവസം പുള്ളി ഉണ്ടായിരുന്നു. പിന്നെ മോഹൻലാലിന് അതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവര് നാടകം ചെന്നൈയിൽ കഴിക്കാൻ പോയിട്ട് നാടക വണ്ടി മറിഞ്ഞായിരുന്നു. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് മരിക്കുകയും ചെയ്തു. പിന്നെ കുറെ പേർക്ക് പരിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മോഹൻലാല് ഇത്തിരി ഡെസ്പായിരുന്നു ആ ഷൂട്ടിങ്ങിന്റെ ഇടക്ക്. അങ്ങനെ ലാലേട്ടനായിട്ട് അടുത്ത് പരിചയപ്പെടാനൊക്കെ പറ്റി. പിന്നെ പുള്ളി ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. നമ്മളോട് എന്താ ആവശ്യം എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ പുള്ളി പെരുമാറുന്നു. വേർതിരിവൊന്നുമില്ല. എല്ലാവരോടും നല്ല സമഭാവം. ഇപ്പൊ എന്നോട് എനിക്കൊരു പാന്റ് വന്നിട്ട് ഞാൻ പാന്റ് ഉപയോഗിക്കാറില്ലല്ലോ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഷാജിക്ക് ഒരു ബെൽറ്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ട പുള്ളി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ചെയ്തത് അൻവർ എന്ന പടത്തിൽ പോയി. പക്ഷെ അവിടെ അത് ചെറിയ സീനുള്ളൂ. അതും 2 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈയിടക്ക് ഇറങ്ങിയ പൈങ്കളി എന്നുള്ള സിനിമ അത് മറ്റേ ഇയാളുടെ അംബാനായിട്ട് ഒരു കൂടെ അഭിനയിച്ചത്. വയലേലകൾ ഉഴുതുമറിക്കാൻ നുകത്തിന് കീഴെ കാളകളെ മാറ്റി നമ്മെ നിർത്തിയ നിമിഷം നീ ഓർക്കുന്നില്ലേ? അന്ന് ചേറിൽ പുകയുന്ന കാലുകൾ വലിച്ചൂരി മുന്നോട്ട് നീങ്ങാൻ കഴിയാതിരുന്നതിനും പുറത്താഞ്ഞു വീശുന്ന ചാട്ടവാറിന്റെ പൊളയുന്ന നൊമ്പരത്തെക്കാളും അടിയന്റെ മനസ്സിൽ തുടിയുമുർത്തിയത് മുഖത്തു നിന്നും മോചനം നേടി ഓടിയ കാളകളുടെ മനകിലുക്കമായി. മുത്തോനെ, ആ മണിനാഥത്തിന്റെ ശ്രാവ്യ സുന്ദരതയാണെങ്കിൽ ഉടയോന്റെ 60ാം ജന്മദിനത്തിന് അന്ന് മുഴങ്ങി ആ നാദമാണ് മണിനാഥം. അന്ന് എല്ലാവരും കയ്യടി ചാർത്ത് വിളിച്ചില്ലേ? ഉടയോൻ 1000 വയസ്സ് ആയുസ് എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് കുതിറിച്ചാടിയില്ലേ? ചെകിടച്ച് കേൾക്കുന്ന പ്രായത്തിനോടൊന്നും കഥന ശബ്ദങ്ങൾക്ക് മുമ്പിൽ നീളമായിട്ട് വിളിച്ചു പറഞ്ഞില്ലേ? സുഭിക്ഷമായി ഊണ് കഴിച്ചില്ല. എന്നാൽ അടിയന് ഏറെ ഇഷ്ടപ്പെട്ടത് ഉടയോൻ 60 മാടപ്രാക്കളെ ആകാശത്തേക്ക് പറത്തിവിട്ട കാഴ്ചയാണ്. അപ്പോഴാണ് ഞാൻ സന്തോഷം കൊണ്ട് വീർപ്പം മുട്ടിയത്, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയത്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ഷായിച്ചന്റെ നാടക വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഷായിച്ചൻ എന്റെ ഗുരുനാഥനാണ്, നാടകത്തിന്റെ ഗുരുനാഥനാണ്, ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ച ഗുരുനാഥനാണ്. രണ്ടും ഷായിച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഷായിച്ചന്റെ മണ്ണകൻ ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തിന്റെ നാടക വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നാടക പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ സിനിമാ മേഖലയിൽ സജീവമായി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഷായിച്ചേട്ടൻ സിനിമയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മണ്ണകൻ ചാനലിന്
ഷായിച്ചനോട് നന്ദി പറയുകയാണ്. ഷായിച്ചൻ എന്തെങ്കിലും പറയാനെങ്കിൽ ആ പറയാം. പിന്നെ എനിക്കൊരു കാര്യം പറയുന്നത്, നമ്മള് ഇവിടുത്തെ സൗഹൃദ കൂട്ടായ്മയാണ്, നമ്മുടെ കൂട്ടുകാരാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബൈജു ആണെങ്കിലും, ബൈജു ഒക്കെ ഒരുപാട് പൈസ ചെലവിട്ടാണ് ഓരോ നാടകങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ബൈജുവിന്റെ ചേട്ടൻ മധു ആണെങ്കിലും മനു ആണെങ്കിലും അവരെല്ലാവരും ഇപ്പൊ നാടകത്തിന് വേണ്ടി ലൈറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ ഈ മനു ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടുകാരന്മാരെ ഇപ്പൊ ഷിബു ഉണ്ട്, ജോസ, ഷാജി ഓർമ്മ, അങ്ങനെ രതീശ മാഷ് ഉൾപ്പെടെ AR രതീശൻ, അങ്ങനെ ജോർജ് ഓറാത്ര, അങ്ങനെ ഒരു നാടക ഫാമിലി ഒരു നാടക ഫാമിലി. ഇവിടെ എടപ്പള്ളിക്ക് ഒരു നാടക ചരിത്രം ഉണ്ടായിരുന്നു, നല്ലൊരു നാടക ബോധം ഉണ്ടായിരുന്നു. അത് നല്ല ഹിന്ദുമാറും AR രതീശനും കൂടെയുള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മത്സര നാടകങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഇപ്പൊ ഒരു മനോജ്, KT മനോജ് ഇപ്പൊ ടൗണിലെ കൗൺസിലറാണ്. പുള്ളിയുടെ ഒരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു, സമഷ്ടി എന്ന് പറഞ്ഞു. C. സെൻകുമാർ രചിച്ചിട്ട് ഇത് നിർമ്മിച്ച ഞാൻ സിനിമ അല്ല നാടകം ഞാൻ സംവിധാനം ചെയ്യുന്നു. മധു മൈനാകം, ബൈജു സദാനന്ദൻ, എല്ലാവരുടെ ഒരു ഭയങ്കര ഒരു താല്പര്യവും ആ റിസ്ക്കും എടുത്താണ് ഈ നാടക പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയേക്കണത്. അതിന്റെ ഒരു നന്ദി എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈജുവിനും ബൈജുവിന്റെ മണ്ണകം ചാനലിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഓക്കെ ഷായിച്ചേട്ടാ. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, ഈ വർത്തമാനങ്ങൾ, ഈ നാടക വർത്തമാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയണം, കമന്റ് ബോക്സിൽ പറയണം. അതുപോലെ ഷെയർ ചെയ്യണം. അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് ഷായിച്ചനൊക്കെ ഇനി അടുത്ത വെള്ളിത്തിരയിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണകം ചാനൽ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആളുമായി, അടുത്ത അതിഥിയുമായി അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.